പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കഴിക്കുന്നതിന് ഖുർആനിൽ നിന്നൊരു തെളിവായിക്കൊണ്ട് ഒരു മൊയ്ലിയാർ കുട്ടി എത്തിയിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കി. പിന്നെ ഞാൻ മോനോട് പറഞ്ഞു കൊടുത്ത്, മോനെ മുത്തുനബിന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് ഖുർആനാണ് നമ്മളെ പഠിപ്പിച്ചത്. കുൽ നബിയെ തങ്ങൾ പറയുക ബി ഫദ്ലില്ലാഹ്, അള്ളാന്റെ ഫദ്ല് കൊണ്ടും ബി റഹ്മത്തിഹി, അവന്റെ റഹ്മത്ത് കൊണ്ടും പറയുക, ഫബിദാലിക ഫൽയഫ്റഹു, ഇവ രണ്ടും കൊണ്ടും അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഈ ആയത്തില് റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇവരുടെ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇവരോട് നബിദിനം കഴിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് വെച്ചാൽ ഇവർ പറയും ബിദ്അത്തുൻ ഹസനയാണ്, നല്ല ബിദ്അത്താണെന്ന് പറയും. എന്നിട്ട് ഇവർ തന്നെ പറയും ഖുർആനിൽ തെളിവുണ്ട്. ഖുർആനിൽ തെളിവുണ്ട് പിന്നെ നല്ല വിധത്ത് എങ്ങനെയാണെന്ന്, ഖുർആനിൽ തെളിവുണ്ട് പിന്നെ സുന്നത്തല്ലേണ്ടത്. അപ്പം ഇതിന്റെ വിധി എന്താണ് എന്ന് ഇവർക്ക് തന്നെ ഒരു ഉറപ്പില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്മകളിൽ ഏറ്റവും മുന്നേറിയവരാരാണ്? സ്വഹാബികളാണ്. സ്വഹാബികൾ ഒരു ആയത്ത് പഠിച്ചാൽ പിന്നെ ആ ഒരു ആയത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് മാത്രമേ അടുത്ത ആയത്ത് പഠിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു ആയത്ത് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നത് ഒരു സ്വഹാബികൾക്കും മനസ്സിലായിട്ടില്ല, താബിഈങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, തബഉ താബിഈങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, 4 മദ്ഹബിലെ ഇമാമുമാർക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആദ്യമായി കൊണ്ട് ആഘോഷിച്ചത് ഇസ്ലാമിന്റെ കടുത്ത ശത്രുക്കളായിരുന്ന ഷിയാ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകളാണ്. അപ്പം സമസ്തക്കാരുടെ വാദപ്രകാരം ഈ ഒരു ആയത്ത് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കണം എന്നാണ് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് ആദ്യമായിക്കൊണ്ട് മനസ്സിലായത് ഷിയാക്കൾക്കാണ് എന്നർത്ഥം. അതാണ് പറയുന്നത്. ഇവർക്ക് അന്തയില്ല, ഇവർ ഷിയാക്കളെയും സൂഫികളൊക്കെയാണ് പിൻപറ്റുന്നത്. ഇവരുടെ ബിദ്അത്തുകളെ വെളുപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിനെ വരെ ദുർവ്യാഖ്യാനിക്കാൻ മടിയില്ലാത്ത ആളുകളാണ് ഇവർ. വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുക എന്നുള്ളത് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിലും CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഇവരെ പോലെയുള്ള ആളുകൾ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നതിൽ വലിയ അത്ഭുതമില്ല.